ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക തരം മാർക്കറ്റിനെ കുറിച്ചാണ്. ആ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭാര്യമാരെ പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റ്, അല്ലെങ്കിൽ ബ്രൈഡൽ മാർക്കറ്റ് എന്നൊക്കെ പറയും. ഈ ഒരു മാർക്കറ്റ് ഉള്ളത് ബൾഗേറിയയിലാണ്. ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ വിവാഹം ചെയ്യുന്നത് കൂടുതലായിട്ടും ഖലീജി ഫാമിലിയിൽപ്പെട്ട ട്രൈബൽസുകളാണ്. ഇത്തരത്തിൽ ബൾഗേറിയയിലെ ഒരു വിവാഹ മാർക്കറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതേസമയം നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് അത്തരത്തിലൊരു മാർക്കറ്റ്. അത് വിവാഹം കഴിഞ്ഞ ഭാര്യമാർക്കായിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അതേക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനത്തിൽ പറയുന്നതായിരിക്കും. ഇവിടെ ബ്രൈഡൽ മാർക്കറ്റാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന സുന്ദരിമാരെ കൊണ്ടുവന്ന് നിർത്തും ഈ മാർക്കറ്റിൽ. ഈ ഒരു മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു ബൾഗേറിയയിലെ ഒരു വലിയ ആഘോഷമായിട്ടാണ് അവരൊക്കെ ഇതിനെ കാണുന്നത്. ഈ ഒരു മാർക്കറ്റിൽ കൊണ്ടുവന്ന് പെൺകുട്ടികളെ നിർത്തിയതിന് ശേഷം വരനും അത്തരത്തിൽ വരുന്ന പുരുഷന്മാർ, കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷന്മാർ ആ മാർക്കറ്റിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ മാർക്കറ്റിൽ എത്തിപ്പെടുമ്പോഴേ ഈ വിവാഹത്തിന് ഈ മാർക്കറ്റിൽ നിന്നും ഈ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പോകുന്ന ബ്രൈഡലുകളെ വാങ്ങിക്കുന്നതിന് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയകൾ എന്തൊക്കെ എന്ന് വെച്ചാൽ, ഇവിടെ ഈ കല്യാണം കഴിക്കാൻ കൊണ്ടുവന്ന് നിർത്തുന്ന പെൺകുട്ടികളെ ഇതൊരു വലിയ ആഘോഷമായിട്ടാണ് ബൾഗേറിയയിൽ കണക്ക് കൂട്ടുന്നത്. അവരെ ഒരു പ്രാചീന രീതിയിലുള്ള ഒരു ആഘോഷമാണ്. അത് അവരൊരു ട്രഡീഷണൽ കൾച്ചറിൻ്റെ ഭാഗം കൂടെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കൾച്ചർ ഉള്ളത് കൂടുതലായിട്ടും ഖലീജി ട്രൈബ് എന്ന് പറയുന്ന ബൾഗേറിയയിലെ ഒരു ട്രൈബൽ ഫാമിലിയിലാണ്. ഇത്തരത്തിൽ ഈ ഒരുങ്ങി നിർത്തുന്നത് ഒരു ദുഃഖവെള്ളി ദിവസത്തിന് ശേഷമായിരിക്കും. കൂടുതലായിട്ടും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുള്ള ഒരു രാജ്യം കൂടിയാണ് ഈ ബൾഗേറിയ. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഈ ബൾഗേറിയയിലെ ഈ ട്രൈബ് ഫാമിലിയിലുള്ള പെൺകുട്ടികളൊക്കെ വളരെ പിന്നോക്കത്തിലായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ബ്രൈഡൽ മാർക്കറ്റിൽ വന്നിട്ട് പെൺകുട്ടിയെ വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വില പേശുന്നതിനായിട്ട് അവിടെ എത്തിപ്പെടുകയാണ് ആദ്യമായി ചെയ്യുന്ന കാര്യം. അങ്ങനെ നമ്മൾ സാധാരണ കടയിലൊക്കെ മാർക്കറ്റിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ബ്രൈഡൽ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ 13നും 20 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്കായിരിക്കും കൂടുതൽ വില കൊടുത്ത് വാങ്ങേണ്ടി വരിക. വ്യത്യസ്ത രീതിയിലാണ് ഇതിൻ്റെ വിലകൾ. മറ്റൊന്ന്, വിലയെ അടിസ്ഥാനമാക്കുന്ന ഘടകം പെൺകുട്ടി വിർജിൻ ആയിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ട്രൈബ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അത്രയും വിവാഹത്തെ അത്രമാത്രം പവിത്രമായിട്ട് ഈ ബൾഗേറിയൻ കൾച്ചറിൽ കാണാൻ നമുക്ക് കഴിയുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് മറ്റൊന്ന് നോക്കുന്നത് ലുക്കായിരിക്കും. അതായത് ഭംഗി, അതേപോലെ സൗന്ദര്യം, ഇത്തരത്തിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിന് അടിസ്ഥാനമായിരിക്കും അടുത്തതായിട്ട് ഈ പെൺകുട്ടിക്ക് വില നിശ്ചയിക്കുന്നത്. പിന്നീട് ഏറ്റവും കൂടുതൽ വില വരുന്നത് നീലക്കണ്ണുള്ള പെൺകുട്ടികൾക്കായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ട്രൈബ് ഫാമിലിയിൽ നീലക്കണ്ണുള്ള കുട്ടികൾ വളരെ അപൂർവങ്ങളിൽ അപൂർവമായതുകൊണ്ടാണ്. അടുത്തതായിട്ട് ബ്രൗൺ നിറത്തിലുള്ള കണ്ണുകളുള്ള കുട്ടികൾക്കായിരിക്കും കൂടുതൽ വില നൽകേണ്ടി വരിക. തൊട്ടടുത്തതായിട്ട് ബ്ലാക്ക് നിറത്തിലുള്ള കണ്ണുള്ള കുട്ടികൾക്കായിരിക്കും കൂടുതൽ വില നൽകേണ്ടി വരിക. ഇതാണ് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വിലയെ അടിസ്ഥാനമാക്കി ഇത്തരത്തിലെ ബ്രൈഡൽ മാർക്കറ്റിനെ കണക്കാക്കുന്നത്. വെൽത്തിനെ ഇമ്പോർട്ടൻസ് ചെയ്യുമ്പോഴേ എത്രമാത്രം ആഡംബരമായ സ്വർണ്ണങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നു, ഇതിനടിസ്ഥാനമായിരിക്കും മറ്റൊരു വിധത്തിൽ വില ഈടാക്കുന്നത് ഈ പെൺകുട്ടികൾക്ക്. ബൾഗേറിയൻ ബ്രൈഡൽ മാർക്കറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കുക്കിംഗ് സ്കില്ല് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈ പെൺകുട്ടികൾക്ക്. അതും ഈ വിലയെ അടിസ്ഥാനമാക്കിയിരിക്കും. മറ്റൊരു ഘടകം വളരെ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നുകൂടെ തെളിയിക്കുന്ന ഒരു, അതായത് ഈ ബൾഗേറിയയിലുള്ള പെൺകുട്ടികൾ എത്രമാത്രം അതായത് സൗഹൃദപരമായിട്ട് കുടുംബത്തിനോട് ഇണങ്ങിച്ചേരാൻ കഴിയുന്നവളാണെന്നും അത്തരത്തിൽ എത്രമാത്രം സാമൂഹ്യപരമായിട്ടും കുടുംബവുമായിട്ടും സൗഹൃദം
വർത്തിക്കാൻ കഴിയുന്നവളാണ് എന്നൊക്കെ ഇതിനടിസ്ഥാനമാക്കിയായിരിക്കും മറ്റൊരു വിധത്തിലുള്ള വില നിർണ്ണയം. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റി, അതായത് ഈ പെൺകുട്ടിയോട് ഇത്തരത്തിൽ ബ്രൈഡൽ മാർക്കറ്റിൽ വന്ന് വരുന്ന വരന്മാരാണെങ്കിലും അത്തരത്തിൽ ഈ വരൻ്റെ ഫാമിലിയിലുള്ള ആളുകളാണെങ്കിലും വന്ന് അന്വേഷിക്കുന്ന സമയത്ത് എത്രമാത്രം കരിക്കുലം ആക്ടിവിറ്റീസ് ഉണ്ടോ ആ കരിക്കുലം ആക്ടിവിറ്റീസ്, ഇപ്പോൾ കൂടുതൽ പാട്ട് പാടാൻ കഴിയുന്നവർ, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ കഴിയുന്നവർ, അത്തരത്തിൽ എഴുതാൻ കഴിയുന്നവർ, ഇത്തരത്തിലുള്ള എക്സ്ട്രാ സ്കില്ലുള്ള ബ്രൈഡൽ സ്ത്രീകൾക്കും വില വ്യത്യസ്തമായിരിക്കും. കൂടുതലായിട്ടും ഇത്തരം കലയും സംസ്കാരവും സംസ്കാര സമ്പന്നമായ ഒരു രാജ്യം കൂടിയാണ് എന്ന് ബൾഗേറിയ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഈ ബ്രൈഡൽ മാർക്കറ്റിൽ വന്ന് പെൺകുട്ടിയെ സെലക്ട് ഒക്കെ ചെയ്തതിന് ശേഷമാണ് അടുത്ത രസകരമായ കാര്യം. പിന്നീട് ഈ പെൺകുട്ടിയെ ഫിക്സ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ദിവസം പ്ലാൻ ചെയ്ത ഒരു ദിവസമായിരിക്കും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വരനും അവരെ ഫാമിലിയൊക്കെ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ വെച്ചായിരിക്കും ഈ വിലയുടെ ഒരു ഫൈനൽ നിർണയം നടക്കുക. ആ ഒരു ഫൈനൽ വില നിർണയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൗന്ദര്യത്തെ ഇത്തരത്തിൽ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നോ ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തെ അടിസ്ഥാനമാക്കി അന്നൊരു വില നിശ്ചയിച്ചിട്ടുണ്ടാവും ഈ ഒരു ബ്രൈഡൽ മാർക്കറ്റിൽ വെച്ച്. ഈ ബ്രൈഡൽ മാർക്കറ്റിൽ വെച്ച് നിർണയിച്ച വില നെഗോഷിയേഷൻ ചെയ്യുന്നതും എല്ലാം ഫാമിലി ആയിട്ട് ഇരുന്നു കൊണ്ട്, കൂട്ടമായിട്ട് ഇരുന്നു കൊണ്ടായിരിക്കും. ചിലപ്പോൾ പറയും 10 ലക്ഷം തരാം എന്ന് പറയും, അതല്ല ഞങ്ങൾ 7 ലക്ഷം മാത്രമേ തരൂ എന്ന് പറയുമ്പോൾ അത്തരത്തിലായിരിക്കും. ഏറ്റവും കൂടുതൽ ആരാണോ വില നൽകുന്നത് അവർക്കായിരിക്കും കൂടുതലായിട്ടും ഇത്തരത്തിൽ ഈ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ കഴിയുക. ഇത്തരത്തിൽ അന്ന് ബ്രൈഡൽ മാർക്കറ്റിൽ വന്ന ഏതൊക്കെ ആളുകളുണ്ടോ അവരൊക്കെ ഈ വീടുകളിൽ എത്തിപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കൗതുകകരമായ കാഴ്ച. അങ്ങനെ ഏറ്റവും നല്ല വില നൽകുന്ന, നെഗോഷിയേഷൻ നടക്കുന്ന, ഏറ്റവും പെർഫെക്റ്റായിട്ട് അവർക്ക് ഉതകുന്ന വില നൽകുന്നത് ആരാണോ അവർക്കായിരിക്കും ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യാനുള്ള യോഗ്യത നൽകുക. ഇങ്ങനെയൊക്കെ ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഇവിടെ നിന്നൊരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ബൾഗേറിയയിൽ പോയിട്ട് വിവാഹം ചെയ്യാം എന്നുള്ളത്. പക്ഷേ ബൾഗേറിയയിൽ ചെന്നിട്ട് ഇത്തരത്തിൽ നമുക്ക് വിവാഹം ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക ക്രൈറ്റീരിയയുണ്ട്. പ്രത്യേകിച്ച് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനുമുണ്ട് ഒരു ക്രൈറ്റീരിയ. അതായത് പ്രത്യേകിച്ച് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. മറ്റൊന്ന് ഖലീജി ഫാമിലിയിൽപ്പെട്ട ഒരു ആളായിരിക്കണം, അല്ലെങ്കിൽ ഒരു പുരുഷനായിരിക്കണം എന്നുള്ള മറ്റൊരു നിബന്ധനയും കൂടെ ഇതിനുകൂടെയുണ്ട്. ഇതിനൊക്കെ പുറമെ ഈ പുരുഷന് ഈ പെൺകുട്ടികൾ പറയുന്ന, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഫാമിലി, ബ്രൈഡൽ ഫാമിലി പറയുന്ന പണം നൽകാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള ഒരു ആളാം കൂടി ആയിരിക്കണം എന്നുള്ളത് കൂടിയാണ് ഇതിലെ മറ്റൊരു പ്രധാന ക്രൈറ്റീരിയ. ഇത്തരത്തിൽ ഈ ക്രൈറ്റീരിയകളൊക്കെ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വിവാഹം നടക്കുന്നതായിരിക്കും പിന്നീട്. പ്രത്യേകിച്ച് ഈ ബൾഗേറിയയിലെ ഇപ്പോഴത്തെ മോഡേൺ ന്യൂജനായിട്ടുള്ള പെൺകുട്ടികളൊന്നും ഇത്തരത്തിൽ ഈ ഒരു ട്രഡീഷണൽ വിവാഹത്തിനും ഇതിനൊന്നും കൂടുതൽ താല്പര്യരല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും കമ്മിറ്റഡ് ആയിട്ട് ഉള്ള ഒരു കാലഘട്ടമാണ് മിക്ക പെൺകുട്ടികളും, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്, ഇത്തരം ഒരു കൾച്ചറിലേക്ക് മോഡേൺ യുഗം പ്രത്യേകിച്ച് ബൾഗേറിയ ഇപ്പം ഈ ഒരു നിലയിലൊക്കെ സമയത്തൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഇന്ത്യയിലും ഇതുപോലെ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെയല്ല. ആ മാർക്കറ്റ് ഭാര്യമാരെ വിൽക്കുന്ന അല്ലെങ്കിൽ വാടകയ്ക്ക് നൽകുന്ന ഒരു മാർക്കറ്റാണ്. ഈ ഒരു മാർക്കറ്റ് ഇന്ത്യയിൽ മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ശിവപുരിയിലാണ് ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉള്ളത്. നമുക്ക് ഒരുപാട് അത്ഭുതം തോന്നും അല്ലേ, ഇന്ത്യയിലും ഇത്തരത്തിലൊരു മാർക്കറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ. ഇന്ത്യയിലെ ഈ ഒരു മാർക്കറ്റ് ഭാര്യമാരെ വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ 1 മണിക്കൂറിലേക്കായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂറിലേക്കായിരിക്കും, ചില ആഴ്ചകളിലേക്കായിരിക്കും, ചിലപ്പോൾ വർഷങ്ങളിലേക്കായിരിക്കും. പക്ഷേ തീർത്തും എഗ്രിമെൻ്റ് പ്രകാരമാണ് ഇന്ത്യയിൽ ഇത്തരം ആ ഒരു മാർക്കറ്റ് ശിവപുരിയിൽ നടക്കുന്നത്. ഇതൊരു തീർത്തും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു എന്താ പറയുക, വളരെ വിചിത്രമായിട്ടും വളരെ രസകരമായിട്ടും നമുക്ക് തോന്നുന്നതായിരിക്കും അല്ലേ. കൂടുതലായിട്ടും ബൾഗേറിയ ഇത്തരം ഒരു പഴയ കൾച്ചർ സ്വീകരിക്കുമ്പോൾ അതിൽ കൂടുതലായിട്ടും അവർ വെക്കുന്ന ഒരു ക്രൈറ്റീരിയ അടിസ്ഥാനം വെച്ച്
നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതലായിട്ടും സംസ്കാര സമ്പന്നമായ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള വിവാഹം, അത്തരത്തിലുള്ള ഒരു കുടുംബ പൈതൃകം എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഇതിനെ ഇമ്പോർട്ടൻസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.